അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഖ്തസർ 82, പേജ് 119. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. വഇൻ കാന ഗൈറഹു ഫലിസിയാദത്തി തമക്കുനി. വഇൻകാന അതായാൽ, ഏതായാൽ, അൽ മുളുഹറുല്ലദി ഉളിഅ മൗളിഅൽ മുളുമരി, മുളുമറിന്റെ സ്ഥാനത്ത് വളഇ ചെയ്യപ്പെട്ട ലാഹിറാക്കപ്പെട്ട ഇസ്മായാൽ, ഗൈറഹു ഐ ഗൈറസ്മിൽ ഇഷാറത്തി, ഇഷാറത്തിന്റെ ഇസ്മ അല്ലാത്തതായാൽ, ഇതുവരെയും ലമീറിന്റെ സ്ഥാനത്ത് വെക്കപ്പെട്ട ലാഹിറാക്കപ്പെട്ട ഇസ്മ ഇഷാറത്തിന്റെ ഇസ്മ ആകുന്നത് എന്തിന്, അതായിരുന്നു നമ്മുടെ ചർച്ച. ഇനി ഇഷാറത്തിന്റെ ഇസ്മല്ല, ലമീറിന്റെ സ്ഥാനത്ത് മുഖ്തലുല്ലാഹിറിന് എതിരായി വന്ന ബാബാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലമീറിന്റെ സ്ഥാനത്ത് ലാഹിറാക്കപ്പെട്ട ഇസ്മ വന്നു. അത് ഇഷാറത്തിന്റെ ഇസ്മ അല്ലാത്തതായാൽ അത് ഫലിസിയാദത്തി തമക്കുനി, ഉറച്ചു നിൽക്കൽ എന്ന സിയാദത്തിന് വേണ്ടിയിട്ടാണ്. തമക്കുന് എന്ന സിയാദത്ത്, അതായത് സാമിന്റെ അടുക്കൽ മുസ്നദ് ഇലൈഹി അവിടെ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട്. ലമീറാകുമ്പോൾ എന്താണ്? ലമീറാകുമ്പോൾ മർജിയിലേക്ക് പോയി വരണം. ഇവിടെ മർജിയിലേക്ക് പോവേണ്ട ആവശ്യമില്ല. മർജിയിലേക്ക് പോകാത്തത് കൊണ്ട് ആദ്യം തന്നെ മുസ്നദ് ഇലൈഹിനെ നേർക്ക് നേരെ കേൾക്കുമ്പോൾ സാമിന്റെ അടുക്കൽ അത് ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത്. ഐ ജഇലിൽ മുസ്നദി, മുസ്നദിനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ജഇലിൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ ആക്കാൻ വേണ്ടിയിട്ടാണ്. മുതമക്കിനൻ ഇൻദ സാമിഇ, സാമിഇന്റെ അടുക്കൽ ഉറച്ചു നിൽക്കുന്നത് ആക്കാൻ വേണ്ടിയിട്ടാണ്. നഹ്വു ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. അവിടെ ഇപ്പോ അല്ലാഹു അഹദ് ഹുവ സമദു എന്ന് പറഞ്ഞാൽ മതി. സമദ് എന്ന് പറഞ്ഞാൽ ഐ അല്ലദി യുസ്മദു ഇലൈഹി വ യുഖ്സദു ഫിൽ ഹവായിജി എന്നർത്ഥം. അവനിലേക്ക് കരുതപ്പെടും. യുസ്മദു ഇലൈഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് യുഖ്സദു, കരുതപ്പെടും. ഫിൽ ഹവായിജി, ആവശ്യങ്ങളിൽ കരുതപ്പെടുന്നവൻ. മിൻ സമദ ഇലൈഹി എന്നതിൽ നിന്ന് പിടിച്ചതാണ് സമദ് എന്ന ലഫ്ദിനെ. ഇതാ കസദ, കരുതിയാൽ. വലം യഖുൽ ഹുവ സമദു എന്ന് പറഞ്ഞില്ല, ഹുവ സമദു എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. മർജി മുന്നിലുള്ളത് കൊണ്ട് ഹുവ സമദു എന്ന് പറഞ്ഞാൽ മതി. ഇത് അല്ലാഹു സമദു എന്ന് പറഞ്ഞത് ഈ മുസ്നദ് ഇലൈഹി അല്ലാഹു ഇവന്റെ സാമിന്റെ ദിഹിനിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കാനാണത്. വലം യഖുൽ മുസന്നിഫ് പറഞ്ഞില്ല ഹുവ സമദു, അല്ല, വലം യഖുൽ അല്ലാഹു പറഞ്ഞില്ല ഹുവ സമദു, ഹുവ സമദു എന്ന് പറഞ്ഞില്ല. അതെന്തിനാണത്? സിയാദത്തി തമക്കുനി, തമക്കുന് എന്ന സിയാദത്തിന് വേണ്ടിയിട്ട്. വനദീറുഹു, ഇതിന്റെ നദീർ, ഈ പറഞ്ഞതിന്റെ നദീർ. ഐ നദീറു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നതിന്റെ നദീർ ഫീ വളിഇൽ മുൽഹരി മൗളിഅൽ മുൽമരി ലിസിയാദത്തി തമക്കുനി. തമക്കുനി, ഇടം പിടിക്കൽ, ഉറച്ചു നിൽക്കൽ എന്ന സിയാദത്തിന് വേണ്ടി മുളുമറിന്റെ സ്ഥാനത്ത് മുൽഹറിനെ വളഇ ചെയ്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നതിന്റെ നദീറാകുന്നത് മിൻ ഗൈരിഹി, മുസ്നദ് ഇലൈഹിന്റെ ബാബ് അല്ലാത്തതിൽ നിന്ന് അതിന്റെ നദീർ. ഐ മിൻ ഗൈരി ബാബിൽ മുസ്നദ് ഇലൈഹി, ഐ മിൻ ഗൈരി ബാബിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിന്റെ ബാബ് അല്ലാത്തതിൽ നിന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നതിന്റെ നദീർ. എന്തിലുള്ള നദീർ?
തമക്കുൻ എന്ന സിയാദത്തിന് വേണ്ടി മുളുമറിന്റെ മൗലിയിൽ മുളുഹറിനെ ചെയ്തതിൽ കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നതിന്റെ നദീർ. മുസ്നദ് ഇലൈഹിന്റെ ബാബ് അല്ലാത്തതിൽ നിന്നുള്ള നദീർ വബിൽ ഹഖി അൻസൽനാഹു വബിൽ ഹഖി നസല എന്നതാണ്. വബിൽ ഹഖി അല്ലേ? പിന്നെ നീതി ന്യായത്തോടു കൂടെ, അതാണ് ഐ ബിൽ ഹിക്മത്തിൽ മുക്തദിയത്തിൽ ഇൻസാരി, ഖുർആൻ അവതരിക്കലിനെ അനിവാര്യമാക്കുന്ന നീതിന്യായത്തോടു കൂടെയാണ് അൻസൽനാഹു ഖുർആനിനെ നാം ഇറക്കിയത്. ഒബിൽ ഹക്കി അതേ നീതിന്യായത്തോടുകൂടെ നസല ഖുർആൻ ഇറങ്ങുകയും ചെയ്തു. ഹൈസുലം യക്കുൽ അള്ളാഹു പറയാത്തതിന് വേണ്ടി ഒബിഹി നസല എന്ന് പറഞ്ഞില്ല. അതെന്താണ്? അത് മുസ്നദ് ഇലൈഹി അല്ലാതെ മാത്രം. ഇവിടെ ഈ ഹക്ക് എന്നത് സാമീന്റെ ദഹിനിൽ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒബിഹി എന്ന് പറയാതെ. ഒബിഹി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുഖ്തദല്ലാഹിർ എന്താണ് അവിടെ? ഒബിൽ ഹക്ക് ഒബിഹി നസല എന്ന് പറയലാണ് മർജ് മുമ്പ് ഉണ്ടായതിന് വേണ്ടി. പക്ഷേ ഇവിടെ ഒബിൽ ഹക്കി എന്ന് തീർത്ത് പറഞ്ഞു. കാരണം മർജിയിലേക്ക് പോയി വരേണ്ട ആവശ്യമില്ല. ഒബിഹി എന്ന് പറയുമ്പോൾ മർജിയിലേക്കൊന്ന് പോയി വരണം, അതിൻ്റെ ആവശ്യം ഇവിടമില്ല. പിന്നെ അതെ അതെ പിന്നെന്താണ്? പിന്നെ അൻസൽനാഹു അൽ ഖുർആന വബിൽ ഹഖി നസല ഹൈസു ലം യഖുൽ വബിഹി നസല. ഔ ഇദ്ഖാലി റൗഇ, അല്ലെങ്കിൽ എന്താണ്? ഭയത്തെ, പേടിയെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലമീറിന്റെ സ്ഥാനത്ത് ലാഹിറാക്കപ്പെട്ട ഇസ്മിനെ വെക്കുന്നത്. ഇശാറത്ത് ഇസ്മ അല്ലാത്തതായാന്ന് പറഞ്ഞല്ലോ. അതെ, ഇശാറത്ത് ജിസ്മ അല്ലാത്തതായാൽ ഫലി സിയാദത്തി തമക്കുൻ എന്ന സിയാദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലമീറിന്റെ സ്ഥാനത്ത് ലാഹിറിനെ വെക്കപ്പെടുന്ന ആ മുളുഹർ ഇഷാറത്തിന്റെ ഇസ്മ അല്ലാത്തത് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സിയാദത്ത് തമക്കുനിലാണ്, അല്ലെങ്കിൽ പേടിയെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്ഫുൻ അലാ സിയാദത്തി തമക്കുനി, എവിടെ പേടിയെ പ്രവേശിപ്പിക്കുക? ഫീ ലമീരി സാമിയെ, സാമിന്റെ ഹൃദയത്തിൽ ഭയത്തെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തെർബിയത്തിൽ മഹാബത്തി, ഗാംഭീര്യത്തെ വളർത്താൻ വേണ്ടിയിട്ടുമാണ്. അതായത് ഗാംഭീര്യത്തെ അധികമാക്കാൻ വേണ്ടി, വളർത്തുക എന്ന അധികമാക്കാൻ വേണ്ടി. വഹാദ, തെർബിയത്തിൽ മഹാബത്തി എന്ന് പറഞ്ഞത് ഇദ്ഖാലുർ തഅക്കീദ് പോലെയാണ്. തഅക്കീദല്ല, തഅക്കീദ് പോലെയാണ്. കാരണം എന്താണ്? ഇത് ലാസിമാണ്. ഇദ്ഖാലുർ റൗ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മഹാബത്ത് വളരുന്നത്. ഒരാളെ പേടിക്കുമ്പോൾ ആ ആളെ, അയാളിൽ നിന്ന് വല്ലതും എന്താണ് ശിക്ഷ ലഭിക്കുമോ എന്ന് ഭയമുണ്ടായാൽ അങ്ങനത്തെ ആളുകൾക്ക് ഒരു മഹാബത്ത് കൂടും. കാരണം അയാളെ ബഹുമാനിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഗാംഭീര്യം അധികമുണ്ടാകും. സാമീന്റെ ദിഹിനിൽ പേടിയെ ഉൽപ്പാദിപ്പിക്കുക. പേടിയെ അങ്ങനെ ഇദ്ഹാന് ചെയ്യുമ്പോൾ മുത്തക്കല്ലിമ് സാമീന്റെ അടുക്കൽ ആരായി മാറും? ഒരു ഗാംഭീര്യം ഉള്ളവനായി മാറും. അപ്പോൾ എന്തുണ്ടായി? ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കൽ അവിടെ വരുന്നുണ്ട്. ലാസിമിന്റെ മൽസൂമിന്റെ മേൽ ലത്തഫാണ്. അതുകൊണ്ടാണ് തഅക്കീദ് പോലെ എന്ന് പറഞ്ഞത്, തഅക്കീദല്ല. കാരണം എന്താണ്? മൽസൂം
തേക്കീതാവുമ്പോൾ എന്തായി? ആദ്യത്തെ മഅനാനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തണമല്ലോ. അപ്പൊ തേക്കീത് മൽസൂമിന്റെ മേൽ അറിയിക്കുന്നുണ്ട്, ലാസിമ് മൽസൂമിന്റെ മേൽ അറിയിക്കും. ആ നിലക്കാണ് തേക്കീത് പോലെ എന്ന് പറഞ്ഞത്. ലാസിമ് മൽസൂമിന്റെ മേൽ അറിയിക്കും. അതുകൊണ്ട് തേക്കീത് പോലെയായി. തേക്കീതല്ല. തേക്കീതാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെ ആവണം. ഇത് രണ്ടും രണ്ടാണ്, ഒന്ന് ലാസിമാണെന്ന് മൽസൂമാണ്. പക്ഷെ ലാസിമ് മൽസൂമിന്റെ മേൽ അറിയിക്കുന്നത് കൊണ്ടാണ് തേക്കീത് പോലെ എന്ന് പറയാനുള്ള കാരണം. ഔ തക്വിയത്തി ദാഇൽ മഅ്മൂരി, അല്ലെങ്കിൽ എന്തിനാണ് ഇഷാറത്തിന്റെ ഇസ്മ അല്ലാത്തതാകുന്നത്? ഈ ലാഹിറാക്കപ്പെട്ട ഇസ്മ ലമീറിന്റെ സ്ഥാനത്ത് വെക്കപ്പെടുന്ന വലഇ ചെയ്യപ്പെടുന്ന ലാഹിറാക്കപ്പെട്ട ഇസ്മ ആരായി? ഇഷാറത്തിന്റെ ഇസ്മ അല്ലാത്തതായി. അത് എന്തിനു വേണ്ടി? ഔ തക്വിയത്തി ദാഇൽ മഅ്മൂരി, ആമിറിന്റെ അമ്രിന് മഅ്മൂറ് വഴിപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി. ഔ തക്വിയത്തി ദാഇൽ മഅ്മൂരി, ആമിറിന്റെ അമ്രിന് മഅ്മൂറ് വഴിപ്പെടാനുള്ള പ്രോത്സാഹനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി. അത് മഅ്മൂറിലുള്ളത് അവസ്ഥയാണത്. ഇപ്പോൾ അമീറുൽ മോമിനാണ്, ബാപ്പയാണ് നിന്നോട് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്തായി? ബാപ്പ എന്ന് പറയുമ്പോൾ തന്നെ ഞാനാണ് പറയുന്നത് എന്നതിൻ്റെ സ്ഥാനത്ത് ബാപ്പയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ബാപ്പാനെ കുറച്ചൊക്കെ ബാപ്പ എന്തെങ്കിലും ശിക്ഷിക്കുമെന്നുള്ള ഒരു ഭയമുണ്ട്, ഒരു അവസ്ഥയുണ്ട് ഇവന്. അതൊന്ന് ശക്തി കൂടും. അപ്പോൾ ബാപ്പയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ബാപ്പാന്റെ കൽപ്പനക്ക് വഴിപ്പെടാൻ ഒരു വേഗത കൂട്ടും. ആര്? ഈ മഅ്മൂർ, ഈ മകൻ. അതാണ് ഔ തക്വിയത്തി ദാഇൽ മഅ്മൂരി, ആമിറിന്റെ അമ്രിന് മഅ്മൂർ വഴിപ്പെടാനുള്ള പ്രോത്സാഹനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി. ഓ മിസാലുഹുമ, രണ്ടിന്റെയും മിസാലാകുന്നത് ഐ മിസാലു തക്വിയത്തി വ ഇദ്ഖാലി റൗഇ മഅ തർബിയത്തി, തെർബിയത്തുൽ മഹാബത്ത് എന്നർത്ഥം. ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കലോടുകൂടെ പേടിയെ ഇദ്ഖാല് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആമിറിന്റെ അമ്രിന് മഅ്മൂർ വഴിപ്പെടാനുള്ള പ്രോത്സാഹനത്തെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഉദാഹരണം, രണ്ടിൻ്റെയും ഉദാഹരണം. ഖൗലുൽ ഖുലഫായി, ഈ ഉദാഹരണം രണ്ടിനും പറ്റൂന്നർത്ഥം. ഖുലഫാഇന്റെ ഖൗലാണ് അമീറുൽ മുഅ്മിനീന യഉമുറുക ബികദാ, അമീറുൽ മുഅ്മിനീൻ നിന്നോട് ഇന്നാലിന്നത് കൊണ്ട് കൽപ്പിക്കുന്നു. അവിടെ എന്താണ്? മക്കാന അന അതെ അതെ അന ആമുറുക്ക എന്നതിൻ്റെ സ്ഥാനത്ത് മക്കാന അന ആമുറുക്ക, അന ആമുറുക്ക എന്നതിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്നോട് കൽപ്പിക്കുന്നു. അവിടെ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ച് ശക്തി കൂടും അമീറുൽ മുഅ്മിനീൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം എന്തായി? ആ കൽപ്പനക്ക് വഴിപ്പെടാനുള്ള ഒരു ശക്തി ഈ വാക്ക് കൂട്ടുന്നുണ്ട്. അത് മഅ്മൂറിലുള്ള ഒരു ഹാലത്താണെന്ത്? ഈ ദാഇ എന്ന് പറയുന്നത്. അതിന് ശക്തി, വേഗത കൂടും, ശക്തി കൂടും. ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് അമീറുൽ മുഅ്മിനീൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്രിനിക്ക് വേഗത കൂടും. പിന്നെ അപ്പോൾ ഇവിടെ എന്തുണ്ട് എന്നറിയോ? ഇവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ തക്കല്ലുമിൽ നിന്ന് ഗൈബത്തിലേക്ക് ഒരു നക്കല് ഇൽത്തിഫാത്ത് ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന ആമുറുക്ക എന്ന് പറഞ്ഞ തക്കല്ലുമിൽ നിന്ന്, അവിടെ മുത്തക്കല്ലിമ് ആണല്ലോ പറയുന്നത്, മുത്തക്കല്ലിമാണ്, ഈ സംസാരിക്കുന്ന ആളാണ് ഈ കൽപ്പിക്കുന്നത്. അപ്പൊ തക്കല്ലുമിന്റെ മക്കാമാണത്. അവിടെ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. മുസനദ് ഇലൈഹിനെ ലാഹിറാക്കപ്പോ ലമീറിന്റെ സ്ഥാനത്ത് മുദ്ഹറിനെ വലയ ചെയ്തു.
അത് ഇഷാറത്തിന്റെ ഇസ്മു അല്ലതാണ്. അതാണ് തക്വിയത്തിന് വേണ്ടി എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ ഇവിടെ തക്കല്ലുമിൽ നിന്ന് എന്തിലേക്ക് ഇൽത്തിഫാത്തുണ്ട്? വൈബത്തിലേക്ക് ഇൽത്തിഫാത്ത് ഇവിടെ സംഭവിച്ചു. വ അലൈഹി, ഇതിന്റെ മേലിലാണ്. ഐ അല വലിൽ മുൽഹരി മൗലി അൽ മുലുമരി, ദമീറിന്റെ സ്ഥാനത്ത് ലാഹിറാക്കപ്പെട്ട ഇസ്മിനെ വെച്ചതിന്റെ മേലിലാണ്. എന്തിനു വേണ്ടി? തഖ്വിയത്തി ദാഇൽ മഅ്മൂരി, മഅ്മൂറിലുള്ള ദാഇയെ ശക്തിപ്പെടുത്താൻ വേണ്ടി. ദാഇൽ മഅ്മൂരിനെ മഅ്മൂറിലുള്ള ദാഇ, ആ ദാഇയെ മഅ്മൂറിലുള്ള ആമിറിന്റെ അമ്രിനിക്ക് മഅ്മൂർ വഴിപ്പെടാൻ മഅ്മൂറിൽ ഉള്ള ആ പ്രോത്സാഹനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദമീറിന്റെ സ്ഥാനത്ത് ലാഹിറിനെ വലയി ചെയ്തതിൽ പെട്ടതാണ്. മിൻ ഗൈരിഹി മുസ്നദ് ഇലൈഹിന്റെ ബാബ് അല്ലാത്തതിൽ നിന്ന്. ഐ മിൻ ഗൈരി ബാബിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിന്റെ ബാബ് അല്ലാത്തതിൽ നിന്ന്. പിന്നെ ദാഇൽ മൗമൂർ, മൗമൂറിലുള്ള ദാഇയെ ശക്തിപ്പെടുത്താൻ വേണ്ടി മുലുമറിന്റെ മൗലിയിൽ മുലുഹറിനെ വെച്ചതിൽ പെട്ടതാണ്. മിൻ ഗൈരിഹി ഐ മിൻ ഗൈരി ബാബിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിന്റെ ബാബ് അല്ലാത്തതിൽ നിന്ന് ഏതാകുന്നത്? ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹി എന്നതാകുന്നത്. നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിക്കോ. ഐസു ലം യഖുൽ അലയ്യ എന്ന് പറഞ്ഞില്ല. ലിമാഫി ലഫ്ലി അല്ലാഹി, അല്ലാഹി എന്ന ലഫ്ലിൽ ഉള്ള ഒന്നിനു വേണ്ടി. അതെന്താ? മിൻ തഖ്വിയത്തി ദാഇ ഇല തവക്കുലി അലൈഹി, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന കാര്യത്തിനെ ശക്തിപ്പെടുത്തലിനാൽ. ആ ശക്തിപ്പെടുത്തൽ ഏതുണ്ട്? അല്ലാഹുലുണ്ട്. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിക്കോ എന്ന് പറയലാണ്. ഈ തവക്കുല് ചെയ്യാനുള്ള പ്രോത്സാഹനം അതിൽ കൊടുക്കലുണ്ട്. അലല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട്. വാസ്തവത്തിൽ അലയ്യ എന്ന് പറഞ്ഞാൽ മതി. തക്കല്ലുമിന്റെ മക്കാമാണല്ലോ അവിടെ. എന്നാൽ ഈ ദലാലത്തിഹി, അല്ലാഹു എന്ന ലഫ്ള് അറിയിച്ചതിന് വേണ്ടി, അലാ ദാത്തിൻ, ഒരു ദാത്തിന്റെ മേൽ, മൗസൂഫത്തിൻ, വസ്ഫ് പറയപ്പെട്ട ദാത്ത്, ബിസിഫാത്തിൻ കാമിലത്തിൻ, കാമിലായ സിഫത്തുകളെ കൊണ്ട് വസ്ഫ് പറയപ്പെട്ടൊരു ദാത്തിന്റെ മേൽ അല്ലാഹു എന്ന ലഫ്ള് അറിയിച്ചതിന് വേണ്ടി. അതെന്തിനാൽ? മിനൽ ഖുദ്റത്തി, ഖുദ്റത്തിനാൽ, മിനൽ ഖുദ്റത്തിൽ ബാഹിറത്തി വഗൈരിഹ, മികച്ചു നിൽക്കുന്ന ഖുദ്റത്തിനാലും അത് അല്ലാത്തതിനാലും. അത് അല്ലാഹുവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അവിൽ ഇസ്തിഇതാഫി, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ലാഹിറിന് ലമീറിന്റെ സ്ഥാനത്ത് വെക്കപ്പെടുന്ന ലാഹിറാക്കപ്പെട്ട ഇസ്മ് ഇഷാറത്തിന്റെ ഇസ്മ അല്ലാത്തതാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്തിഇതാഫിന് വേണ്ടി. അതായത് അനുകമ്പയെ ആവശ്യപ്പെടാൻ വേണ്ടി, റഹ്മത്ത് ചെയ്യാൻ വേണ്ടി. അതാണ് ഇസ്തിഇതാഫ്, അനുകമ്പയെ ആവശ്യപ്പെടുക. ഐ തലബിൽ അത്ഫി വർ റഹ്മത്തി, കാരുണ്യത്തെയും അത്ഫ് മയത്തെയും തേടാൻ വേണ്ടി. കൗലിഹി, ഷാഇറിന്റെ കൗല് പോലെ. എന്താണ്? ഇലാഹി അബ്ദുകൽ ആസി അത്താക മുഖിറം ബിദ്ദുനൂബി വഖദ് ദഅക ഫഇൻ തഗ്ഫിർ ഫഅന്ത ലിദാക അഹ്ലുൻ വഇൻ തത്റുദ് ഫമൻ യർഹം സിവാക. ഇലാഹി, എന്റെ ഇലാഹേ, അബ്ദുക്കൽ ആസി, ദോഷിയായ നിന്റെ അടിമയാകുന്നത് അത്താക്കാൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. മുഖിറാൻ, അവൻ തന്നെ സമ്മതിച്ചവനായ നിലയിൽ, ബിദ്ദുനൂബി, അവൻ ചെയ്ത ദോഷങ്ങളെ കൊണ്ട് സമ്മതിച്ചവനായ നിലയിൽ, വഖദ് ദഅക, ഏത് സ്ഥിതിയിൽ അവൻ നിന്നോട് ചോദിച്ചിരിക്കുന്നു, ദുആ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇലാഹി അനൽ ആസി എന്ന് പറഞ്ഞാൽ മതി. അന എന്ന് ലമീറിനെ കൊണ്ടുവരുന്നോടത്ത് അബ്ദുക്ക എന്ന മുൽഹറിനെ കൊണ്ടുവന്നു. അത് ഇസ്തിഇതാഫിന് വേണ്ടിയിട്ടാണ്. കണ്ടോ? ലം യഖുൽ അനൽ ആസി എന്ന് പറഞ്ഞില്ല. ഇവിടെ എന്താ? തക്കല്ലുമിൽ നിന്ന് ഗൈബത്തിലേക്ക് തെറ്റിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ലിമാഫി ലഫ്ലി അബ്ദുക്ക, അബ്ദുക്ക എന്ന ലഫ്ലിൽ ഉള്ള അതാണ്. ലം യഖുൽ, ഷായിർ പറഞ്ഞില്ല അനൽ ആസി,
അനൽ ആസി എന്ന് പറഞ്ഞില്ല. ലിമാഫി ലഫ്ലി അബ്ദുക്ക, അബ്ദുക്ക എന്ന ലഫ്ലിൽ ഉള്ള ഒന്നിനു വേണ്ടി. എന്താണത്? മിനത്തഖല്ലുഇ, വിനയം പ്രകടിപ്പിക്കലിനാലും വസ്തിഹിഖാഖിർ റഹ്മത്തി, ആ വിനയം പ്രകടിപ്പിച്ചത് കാരണമായി ഉണ്ടാകുന്ന റഹ്മത്തിനെ അവകാശമാക്കലിനാലും വതറഖുബി ശഫഖത്തി, ശഫഖത്ത് കിർഫയെ ശഫഖത്തിനെ പ്രതീക്ഷിക്കലിനാലും. ഇതാണ് സംഭവം.